ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ് കേട്ടോ. തനി നാടൻ ടൈപ്പാണ്, ആഷ് പുഷ് ടൈപ്പൊന്നും അല്ല. അപ്പോൾ നമുക്കതിനകത്തോട്ട് വേണ്ടത് 2 സവാള, വലിയ സവാളയല്ല എന്നാൽ ചെറുതുമല്ല കേട്ടോ, ഒരു മീഡിയം ടൈപ്പ് സവാള, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം, പിന്നെ നമുക്ക് തക്കാളി വേണം, പിന്നെ ഇതിനകത്തോട്ട് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ പക്ഷേ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഒത്തിരി എരിവാകുമെന്ന് ഓർത്തിട്ട് ഞാൻ പച്ചമുളക് ഇതിൽ നിന്ന് മാറ്റിയായിരുന്നു. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്, അതും ചെറിയൊരു കഷ്ണം മതിയാവും കേട്ടോ. പിന്നെ വേണ്ടത് ക്യാബേജ് വേണം കേട്ടോ. ഈ ക്യാബേജ് ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കിതിനകത്തോട്ട് വേണ്ടത് ബ്രക്കോളിയാണ് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. ഇത് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ ബ്രക്കോളി ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമൊന്നും വേണ്ട, കുറച്ചൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാവും. പിന്നെ നമ്മുടെ സവാളയും ഇഞ്ചിയും ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി നമുക്കൊരു പാനിനകത്തോട്ട്, ഞാനിപ്പം വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ എടുക്കാം. ഞാനിവിടെ എല്ലാത്തിനും വെളിച്ചെണ്ണ എടുക്കുന്നതുകൊണ്ട് ഇതിനും വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അതിനകത്തോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് ലേശം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ ക്യാബേജും ക്യാരറ്റും ഒക്കെ ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. ബ്രക്കോളി അത്യാവശ്യം കുറച്ച് വെന്ത് വന്നുകൊണ്ട് നമുക്കത് അരിഞ്ഞെടുക്കാനും എളുപ്പമാണ് കേട്ടോ. ഇത്രയും മതിയാവും കേട്ടോ. ഇതേമാതിരി വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തൊരു തക്കാളി ഇട്ട് കൊടുക്കണം. ഒറ്റ തക്കാളി മതിയാവും കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് മുഴുവൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ലേശം ഇട്ട് കൊടുക്കാം കേട്ടോ, കാരണം സവാളയ്ക്കകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ലേശം നമ്മുടെ ചില്ലി സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ, ചില്ലി ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഗ്രേവി ഒരുപാടുള്ളതുകൊണ്ട് 2 പാത്രത്തിലോട്ടാക്കി കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാൻ ഒരു പാത്രത്തിൽ 3 എണ്ണം വെച്ചായിരുന്നു, 2 പാത്രത്തിലും കൂടെ ആകുമ്പോൾ 6 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ, കാരണം മുട്ട നന്നായിട്ട് വഴന്ന് കിട്ടണ്ടേ ഈ വെജിറ്റബിൾസും ഒക്കെ ആയിട്ട്. അതിനുശേഷം ഇത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, കാരണം ആ ഗ്രേവി ഇതെല്ലാം ഒന്ന് മിക്സ് ആകാനായിട്ട്, നമ്മുടെ മസാലയും മുട്ടയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണ്ടേ. അപ്പോൾ ഇതിനകത്തോട്ട് വെള്ളം വേണേൽ ഒഴിച്ച് കൊടുക്കാം, പക്ഷേ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പാലും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഗ്രേവിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നിരത്തി വെച്ച് കൊടുക്കണം, കാരണം ഇതിൻ്റെ മേളിലോട്ടാണ് നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ക്യാപ്സിക്കം ഉണ്ടല്ലോ, ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഈ മിക്സ് ഉണ്ടല്ലോ ഇതിൻ്റെ മേളിലോട്ടൊന്ന് വെതറി കൊടുക്കണം. നന്നായിട്ട് വെതറി കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മേളിലോട്ട് ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചീസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ, കാരണം പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് ചീസ് നമുക്ക് ഇതുപോലെ കുറച്ച് നന്നായിട്ട് ഇട്ട് കൊടുത്താലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ മേളിലോട്ട് ചീസ് അത്യാവശ്യം ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് അതിൻ്റെ മേളിലോട്ട് ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ. ബ്രെഡ് നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 ബ്രെഡും പിന്നെ ഒരു ബ്രെഡിൻ്റെ പകുതിയും കൂടെ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ 2 പാനിനകത്തോട്ട് ഞാൻ ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ, കാരണം ഗ്രേവിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചീസ് ഒന്ന് മെൽറ്റ് ആവണം. അതിനുവേണ്ടി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിതൊന്ന് ചൂടാക്കാം കേട്ടോ. കുറച്ച് നേരം ഇതിങ്ങനെ വെക്കണേ.
ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്കൊരു പ്ലേറ്റ് എടുത്ത് ആ പാൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചുള്ള പ്ലേറ്റ് വേണം കേട്ടോ. അത് വെച്ചിട്ട് കമത്തി ഇങ്ങനെ എടുക്കും, നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ബാക്കി വന്ന് നമുക്ക് നമ്മൾ സവാള ഉണ്ടല്ലോ, സവാള ആദ്യം എടുത്ത സവാളയിൽ നിന്ന് ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചാണിത് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് വെതറാനായിട്ട്. ഇനി ആ സവാള നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വഴറ്റിയതൊന്നുമല്ല കേട്ടോ, പച്ചക്കുള്ള സവാള തന്നെയാണ്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ചല്ല, നല്ല അത്യാവശ്യത്തിന് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ചീസ് ഇട്ട് കൊടുക്കണം, കാരണം ആ ചീസ് മെൽറ്റായി വരുമ്പോഴത്തേന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിള്ളേർക്കും അതാണ് കേട്ടോ ഇഷ്ടം. എപ്പോഴും ഇവിടെ പറയും പിസ്സ മേടിച്ച് കൊടുക്കണം എന്ന്, പക്ഷേ നമ്മൾ വെളിയിൽ നിന്നൊന്നും അങ്ങനെ മേടിച്ച് കൊടുക്കാറില്ല. അപ്പം അവർക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ 2 പാത്രത്തിലും ഇതുപോലെ തന്നെ സെയിം ചെയ്യണം കേട്ടോ. മറ്റേ ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ചീസ് ഇട്ട് കൊടുത്തു, എന്നിട്ട് ഇതിൻ്റെ മേളിലാണ് ഞാൻ ക്യാപ്സിക്കവും സവാള ഇട്ട് കൊടുത്തത്. മറ്റേത് ആദ്യം ക്യാപ്സിക്കവും സവാള ഇട്ട് കൊടുത്തിട്ട് ചീസ് ആക്കി വെച്ചു. രണ്ടും 2 ടൈപ്പിലാണ് ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഓവൻ ഉണ്ടല്ലോ, ഓവനകത്തോട്ട് ഒരു 2 മിനിറ്റും ഒരു 30 സെക്കൻഡും വെച്ച് കൊടുത്തേ ഉള്ളൂ, നന്നായിട്ട് മെൽറ്റായി കിട്ടാനായിട്ട്. 3 മിനിറ്റ് വേണം, 3 മിനിറ്റ് വെക്കാം. എനിക്ക് 2 മിനിറ്റ് 30 സെക്കൻഡും ആയപ്പോഴത്തേന് കറക്റ്റ് പാകത്തിന് കിട്ടി കേട്ടോ. അപ്പം ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതൊരു സ്റ്റീൽ പ്ലേറ്റിലെടുത്തിട്ട് ജസ്റ്റ് ആ പാനിനകത്തിട്ട് വെച്ച് തന്നെ ഒന്ന് ആവി കയറ്റുന്ന പോലെ കയറ്റിയെടുത്താൽ മതിയാകും കേട്ടോ. കണ്ടോ, ഇതിപ്പം നല്ല ചീസൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ഓവനകത്ത് വെച്ചതുള്ളൂ, ഞാൻ പറഞ്ഞ 2.5 മിനിറ്റേ വെച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മളിവിടെ പിസ്സ മേടിക്കാത്തതുകൊണ്ട് അതിൻ്റെ പിസ്സ കട്ടറൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ കത്തി വെച്ച് തന്നെയാണ് ഞാനത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ആ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ആ പിസ്സയുടെ ടേസ്റ്റ് അല്ല കേട്ടോ, വേറൊരു ടേസ്റ്റാണ്. കാരണം ഇത് നമ്മുടെ നാടൻ രീതിയിൽ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ ആയിരുന്നു കേട്ടോ. പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമായി. ഈ 2 പ്ലേറ്റും കാലിയായെന്നുള്ളതാണ്. കാരണം ഞങ്ങളുടെ നെയ്ബർ ആൻറ്റിക്കൊക്കെ ഒന്ന് കൊടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അത് ബാക്കി വെക്കാനായിട്ടില്ലായിരുന്നു. കാരണം പിള്ളേർക്ക് അതുപോലെ ഇഷ്ടമായിരുന്നു, ഫുള്ളും കഴിച്ചു. സാധാരണ വിനോദം പിസ്സ പോലത്തെ ഒന്നും കഴിക്കാത്തതാണ്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതായതുകൊണ്ട് മാത്രം ആളും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും പിള്ളേർക്ക് ഇഷ്ടമാവും. ഞാൻ ഉറപ്പ് തരാണ് കേട്ടോ, കാരണം അത്രയ്ക്കും ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ.